ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SITക്ക് കത്ത് നൽകിയിരിക്കുന്നു കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. പുരാവസ്തു കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധമുണ്ടെന്ന് കത്തിൽ പറയുന്നു. ക്ഷേത്രങ്ങളിലെ പുരാവസ്തുക്കൾ മോഷ്ടിച്ച് രാജ്യാന്തര കരിഞ്ചന്തയിൽ വിൽക്കുന്ന സംഘവുമായി ദേവസ്വം ബോർഡിലെ ചില ഉന്നതർക്ക് അടുത്ത ബന്ധമുണ്ടെന്നും രമേശ് ചെന്നിത്തല കത്തിൽ ആരോപിക്കുന്നു. അതേസമയം കേസിൽ രേഖകൾ ആവശ്യപ്പെട്ടുള്ള EDയുടെ ഹർജിയെ എതിർക്കാൻ SIT തുനിയുന്നു. അന്വേഷണത്തിന്റെ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്നും ഈ ഘട്ടത്തിൽ രേഖകൾ കൈമാറുന്നത് ഉചിതമല്ലെന്നും SIT വാദിക്കും. സുനിഷ അയലൂരും TV പ്രസാദും ചേരുന്നുണ്ട്. സുനിഷ, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ രമേശ് ചെന്നിത്തല SITക്ക് കത്ത് നൽകുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഈ പുരാവസ്തുക്കൾ മോഷ്ടിച്ചു വിൽക്കുന്ന വലിയ സംഘം, നേരത്തെ സുഭാഷ് കപൂർ എന്നൊക്കെ ഹൈക്കോടതി വിധിയിൽ പരാമർശിച്ചിരുന്നു. ഇത്തരം സംഘങ്ങളുമായുള്ള ബന്ധം അന്വേഷിക്കണമെന്നാണോ രമേശ് ചെന്നിത്തല കത്ത് നൽകിയിരിക്കുന്നത്? സുനീഷ. അരുൺ, അത് തന്നെയാണ് ഇപ്പോൾ ഇതാ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുതരമായ ഒരു പരാതിയിലേക്ക് ചെന്നിത്തല എത്തുന്നു എന്നത് തന്നെയാണ്. അതായത് ക്ഷേത്രങ്ങളിൽ നിന്നും പുരാവസ്തു ശേഖരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര കരിച്ചന്തയിൽ വിൽക്കുന്ന കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ഈ ശബരിമലയിലെ സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ട്. ഇതിലെ ചില ഉന്നതരുമായി, ദേവസ്വം ബോർഡിലെ തന്നെ ചില ഉന്നതരുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്നുള്ള ഗുരുതരമായ ആരോപണം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് താൻ മുന്നോട്ട് വെക്കുന്നതെന്നും ഈ വിഷയത്തിൽ, ഈ അന്താരാഷ്ട്ര മാനമുള്ള ഈ വിഷയത്തിൽ അത്തരത്തിലുള്ള അന്വേഷണം കൂടി നടത്തണമെന്ന ആവശ്യമാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തെളിവുകളുണ്ട് തനിക്ക് എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും ഒരു വ്യക്തി, അതായത് ഈ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന കൊള്ളസംഘങ്ങളെ കുറിച്ച് അറിയുന്ന ഒരാളിൽ നിന്നും ലഭിച്ച വിശ്വസനീയമായ അറിവാണ് ഇത് പറയാനുള്ള കാരണം. അതിന്റെ ഭാഗമായി തന്നെയാണ് അന്വേഷണം വേണമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നു. ഇപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തയാൾ മൊഴി നൽകാൻ, അന്വേഷണ സംഘത്തിന് മൊഴി നൽകാൻ തയ്യാറാണ് എന്നതുകൂടി രമേശ് ചെന്നിത്തല ഈ കത്തിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ശബരിമല സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 500 കോടിയുടെ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന കാര്യം കൂടി രമേശ് ചെന്നിത്തല ഈ കത്തിൽ പറഞ്ഞു വെക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഹൈക്കോടതി തന്നെ നിരീക്ഷിച്ചിരുന്നത് ഈ സുഭാഷ് കപൂർ, അമേരിക്കയിൽ നിന്നുകൊണ്ട് അന്താരാഷ്ട്ര കരിച്ചന്തയെ നിയന്ത്രിക്കുന്ന സുഭാഷ് കപൂറിന്റെ രീതികളുമായി സാമ്യമുണ്ട് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്ക് എന്നുള്ളതായിരുന്നു. അങ്ങനെയെങ്കിൽ ആ കാര്യം കൂടി ഗൗരവത്തിലെടുത്തുകൊണ്ട് അന്താരാഷ്ട്ര മാനം കൂടി ഇതിൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. നിലവിലിപ്പോൾ കുറച്ച് പ്രതികൾ പിടിയിലായിട്ടുണ്ടെങ്കിൽ പോലും അത് സഹപ്രതികൾ മാത്രമാണെന്നും മുഖ്യ സൂത്രധാരന്മാർ പുറത്തുണ്ട് എന്നുള്ളതുമാണ് ഇപ്പോൾ പറയുന്നത്. ഒപ്പം തന്നെ കേരളത്തിലെ ചില വ്യവസായികൾ, മറ്റ് റാക്കറ്റുകൾ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതുകൂടി രമേശ് ചെന്നിത്തല പറഞ്ഞു വെക്കുന്നുണ്ട്. അന്വേഷണം ആ ഭാഗത്തേക്ക് കടക്കുകയാണെങ്കിൽ താൻ എല്ലാ കാര്യങ്ങളും അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകാനും തെളിവുകൾ നിരത്തിക്കൊണ്ട് തന്നെ മൊഴി നൽകാനും തയ്യാറാണ് എന്ന കാര്യം കൂടി രമേശ് ചെന്നിത്തല മുന്നോട്ടേക്ക് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഗുരുതരമായ ആരോപണം, ഗുരുതരമായ പരാതിയിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങളിലേക്ക് കൂടി പരിശോധന നീളുമോ എന്നത് തന്നെയാണ് അറിയേണ്ടത്. ഏതായാലും ഈ സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൂടി ഇതിനെ സാധൂകരിക്കുന്നതാണ് എന്നുള്ളത് തന്നെയാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിലെ ഈ കള്ളന്മാർ, അവർ ഈ സ്വർണ്ണക്കേസിലും പങ്കാളികളായിട്ടുണ്ടോ, അവരുമായി ഇടപാട് നടന്നിട്ടുണ്ടോ എന്നത് തന്നെയാണ് ഇനി അറിയേണ്ടത്. 500 കോടിക്ക് മുകളിൽ ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയ്ക്ക് തെളിവ് നൽകിയിരിക്കുന്ന, രമേശ് ചെന്നിത്തലയോട് പറഞ്ഞിരിക്കുന്ന, രമേശ് ചെന്നിത്തല വിശ്വസനീയമായ അറിവ് എന്ന് പറഞ്ഞിരിക്കുന്ന ആളിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇതിന് അന്താരാഷ്ട്ര മാനം കൂടി ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അന്താരാഷ്ട്ര കരിച്ചന്തയിൽ ഇത്തരത്തിൽ ക്ഷേത്രങ്ങളിൽ നിന്നും പുരാവസ്തുക്കൾ ശേഖരിച്ച് മോഷ്ടിച്ച് ഈ കരിഞ്ചന്തയിൽ വിൽക്കുന്ന സംഘം ഇവിടെയും എത്തിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടത് എന്നത് തന്നെയാണ്. ഏതായാലും ADGP വെങ്കടേഷിന് ഈ പരാതി നൽകിയിട്ടുണ്ട്. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തായിരിക്കും തുടർ നടപടി എന്നത് തന്നെയാണ് അറിയേണ്ടത്. അരുൺ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സുഭാഷ് കപൂർ എന്ന് പറയുന്ന ഒരു കുപ്രസിദ്ധനായ പുരാവസ്തു മോഷ്ടാവുണ്ട്. ഇയാൾ തഞ്ചാവൂരിലടക്കം ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ച് അവിടുത്തെ ഒരുപാട് മൂല്യങ്ങളുള്ള കോടിക്കണക്കിന് രൂപ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിലമതിക്കുന്ന സാധനങ്ങളാണ് അടിച്ചുകൊണ്ടുപോയത്. സമാനമായ രീതിയിലുള്ള ഒരു കൊള്ളയാണ് ശബരിമലയിലും നടന്നത് എന്നതാണ് രമേശ് ചെന്നിത്തലയും ഇപ്പോൾ പറയുന്നത്. പുരാവസ്തു കടത്ത്, അതിന്റെ ആംഗിൾ കൂടി പരിശോധിക്കണം എന്ന് ഇപ്പോൾ രമേശ് ചെന്നിത്തല കത്ത് കൊടുത്തിരിക്കുന്നു SITക്ക്. TV പ്രസാദ്. അതിനിടയ്ക്ക് മറ്റൊരു കാര്യം സംഭവിച്ചത്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ED അന്വേഷിച്ചാലോ എന്ന് EDക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ED അതിനെ ഹൈക്കോടതിയെ സമീപിച്ചു, വിചാരണ കോടതിയെ സമീപിക്കാൻ പറഞ്ഞു ഹൈക്കോടതി. അവിടേക്ക് ED എത്തുമ്പോൾ SITയുടെ നിലപാട് നിർണായകമാണ്. SIT ആണല്ലോ ഇതുവരെ അന്വേഷണം നടത്തി കുറ്റമറ്റ രീതിയിൽ അതിൽ ഉത്തരവാദിത്തപ്പെട്ട മുഴുവൻ ആളുകളെയും, ഇതുവരെ ലഭ്യമായ വിവരമനുസരിച്ചുള്ള ആളുകളെ മുഴുവൻ ജയിലഴിക്കുള്ളിലാക്കി. അതിനിടയിലാണ് ഇപ്പോൾ EDയുടെ വരവ്. അപ്പോൾ ഇതിനിടയ്ക്ക് ED സമാന്തരമായ ഒരു അന്വേഷണം നടത്തേണ്ടതില്ല എന്നതാണ് SITയുടെ നിലപാടെന്ന് അറിയാൻ കഴിയുന്നു. EDയുടെ ഹർജിയെ SIT എതിർക്കും. TV പ്രസാദിനോട് കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, അങ്ങനെ ഒരു സമാന്തര അന്വേഷണം ഈ ഘട്ടത്തിൽ ആവശ്യമില്ലെന്നും അത് കേസിന്റെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കുമെന്നുമാണോ ഇപ്പോൾ SIT കോടതി അറിയിക്കാൻ പോകുന്നത്?
ഇ ഡി ഹർജിയെ SIT എതിർക്കുന്നു അല്ലേ TV പ്രസാദ്? അതുതന്നെയാണ് അരുൺ. നിലവിലെ വിചാരണ കോടതിയായ കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ED അപേക്ഷ സമർപ്പിക്കുക. ഈ അപേക്ഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘം അവരുടെ നിലപാട് വ്യക്തമാക്കുന്നത്. പ്രധാനമായും പറയുന്നത് ഇതിൻ്റെ രഹസ്യാത്മകത ചോരും എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലുകളുണ്ട്. ഈ രേഖകൾ SITക്ക് കൈമാറുന്നതോടുകൂടി അത് പുറത്തു വരാനുള്ളൊരു സാധ്യതയാണ് പ്രധാനമായും SIT മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല അതിനൊപ്പം ഇനിയും മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളും ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്നുള്ളതാണ്. പ്രധാനമായും അതിൽ SIT ഊന്നുന്നത് ആ രഹസ്യാത്മകത ചോരും എന്നതിനൊപ്പം നിലവിൽ നടക്കുന്ന അന്വേഷണം പൂർണ്ണമായും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് എന്നുള്ളതാണ്. ED ആണെങ്കിൽ ഇതിൽ ഏതെങ്കിലും രീതിയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് എന്നുള്ളത്. പക്ഷേ നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം പൂർണ്ണമായിട്ടില്ല. അതായത് നേരത്തെ പത്മകുമാർ പറഞ്ഞതുപോലെ ഒരു മൊഴി അവിടെ ബാക്കിയുണ്ട്. ആദ്യം പോറ്റി കത്ത് കൊടുത്തത് ദേവസ്വം വകുപ്പിനാണ് എന്നുള്ളത്. അങ്ങനെയെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ്റെ മൊഴിയെടുക്കുമോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ തന്നെ തന്ത്രി കണ്ഠരര് രാജീവരും മഹേഷ് മോഹനരും അവരുടെ മൊഴിയെടുക്കുമോ എന്നുള്ള കാര്യം, അതിൻ്റെ തുടർന്നുള്ള അന്വേഷണം, മറ്റ് അവിടെ നടക്കാനുള്ള കൊടിമരം, വാജിവാഹനം, അഷ്ടദിക്പാലകർ, പഴയ തിരുവാഭരണപ്പെട്ടി, 18 പടികൾ, ഇതിൻ്റെ എല്ലാ പുനരുദ്ധാരണവും നിർമ്മാണവും മിനുക്കലും എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നതിന് ശേഷം നടന്നിട്ടുണ്ട്. കട്ടിളപ്പടിയിലും ദ്വാരപാലക വിഗ്രഹങ്ങളിലെ പാളികളിലും നടന്നതുപോലെയുള്ള കള്ളം അതിലും നടന്നിട്ടുണ്ടോ എന്ന് വരുന്ന 6 ആഴ്ചക്കുള്ളിൽ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം കൂടി പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ട്. അതിനിടയിലേക്ക് ED കയറി വന്നാൽ അത് തടസ്സമാകും എന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം കരുതുന്നതും അതായിരിക്കും കോടതിയെ അറിയിക്കുകയും ചെയ്യുന്നത്. അരുൺ. ഓക്കെ, TV പ്രസാദും സുനിഷയുമാണ് നമുക്കൊപ്പം ചേർന്നത്. സ്വർണ്ണക്കൊള്ളയിൽ നിർണായകമായ നീക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. പക്ഷേ ഇനി തെരഞ്ഞെടുപ്പ് കാലത്ത് 2 ദിവസങ്ങൾ 3 ദിവസം കൊണ്ട് എന്തെങ്കിലും അതിനകത്ത് ട്വിസ്റ്റ് ഉണ്ടാവും എന്നറിയില്ല. EDയുടെ അന്വേഷണം തൽക്കാലം വേണ്ട, സമാന്തര അന്വേഷണം വേണ്ട, അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്.